പുറത്ത് ജോലിയില്ലാതെ തെണ്ടി നടക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാരെ, PSC റാങ്ക് ഹോൾഡേഴ്സെ, ഇന്നത്തെ നമ്മുടെ വിഷയം നാട്ടിൽ പെട്രോളിനും അരിക്കും വില കൂടുമ്പോൾ ഇതാ സർക്കാർ നമുക്കായി പുതിയൊരു കരിയർ ഓപ്ഷൻ തുറന്നിട്ടിരിക്കുന്നു. ജയിൽവാസം. അതെ, ജയിലിലെ പണിക്ക് ഇനി മുതൽ ദിവസവും 620 രൂപ വരെ കൂലി. ഒരു 10 കൊല്ലം സുഖമായി അകത്ത് കഴിഞ്ഞാൽ ലക്ഷപ്രഭുവായി പുറത്തിറങ്ങാം. നാട്ടിലെ MLA-മാരുടെ കൂലിയേക്കാൾ കൂടുതൽ സമ്പാദിക്കാൻ ഇനി കൊല്ലും കൊലയും മതിയോ എന്ന ഗൗരവകരമായ ചർച്ചയിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിലെ ജയിലുകളിൽ ഇനി മുതൽ പ്രതിദിനം 620 രൂപ വരെ വേതനം കിട്ടും. അതായത് മാസം 18,000 രൂപയ്ക്ക് മുകളിൽ. താമസവും ഭക്ഷണവും സൗജന്യം. പഴയ ജയിൽ വേതനം ഒന്ന് നമുക്ക് നോക്കിയാലോ. സ്കിൽഡ് 190 രൂപയിൽ നിന്ന് 620 രൂപയാക്കിയിരിക്കുന്നു. സെമി സ്കിൽഡ് ആയിട്ടുള്ള ആൾക്ക് 170 രൂപയിൽ നിന്ന് 560 രൂപയായി. ഇനി സ്കില്ലില്ലാന്ന് ഇരുന്നാലും കൂലിക്ക് ഒട്ടും കുറവില്ല കേട്ടോ. 150 രൂപയിൽ നിന്ന് 530 രൂപ വരെയായി ഉയർത്തിയിട്ടുണ്ട്. നോക്കൂ, 7 വർഷത്തെ കാത്തിരിപ്പിന് ഒടുവിലാണ് ഈ ലോട്ടറി അടിച്ചത്. ഇനി ആരെങ്കിലും ഒരാളെ തല്ലാൻ പ്ലാൻ ഇടുന്നുണ്ടെങ്കിൽ അതൊരു സ്കിൽഡ് ജോലിയായി പരിഗണിക്കപ്പെടുമോ എന്ന് ജയിൽ മേധാവിയോട് ചോദിക്കേണ്ടി വരും. ജീവപര്യന്തം ശിക്ഷ കഴിഞ്ഞിറങ്ങുന്നവന് 30 ലക്ഷം രൂപ കിട്ടുമെന്ന് ട്രോളന്മാർ പറയുന്നത് തള്ളല്ല മക്കളെ. കൃത്യമായി ജോലി ചെയ്ത ഒരു മിനി ലക്ഷപ്രഭുവായി തന്നെ പുറത്തിറങ്ങാം. ഇനി ഭക്ഷണത്തിന്റെ കാര്യം. പുറത്ത് ഹോട്ടലിൽ കയറാൻ പേടിയാണ്. കാരണം എന്താ? വിലക്കയറ്റം. എന്നാൽ അകത്ത് അതല്ല അവസ്ഥ. ഞായറാഴ്ചകളിൽ മട്ടൻ കറിയാണ് സ്പെഷ്യൽ. ആഴ്ചകളിൽ 2 ദിവസം മീൻ കിട്ടും, ബിരിയാണി കിട്ടും. രാവിലെ പുട്ടും കടലയും, ഉച്ചയ്ക്ക് ചോറും അവിയലും സാമ്പാറും. ഇതിലും വലിയ എന്ത് മെനുവാണ് വേണ്ടത് അല്ലേ? ഇത്ര സുഖസൗകര്യങ്ങൾ കൂടുമ്പോൾ പാവപ്പെട്ടവനും ജോലി അന്വേഷിച്ച് നടന്ന് എക്സ്പീരിയൻസ് ഇല്ലാതെ ജോലി കിട്ടില്ലെന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്യപ്പെടുന്ന ഇന്നത്തെ യുവതലമുറയ്ക്ക് ഒരു മോട്ടിവേഷൻ അല്ലേ ഈ കേട്ടത്? പറയാൻ പറ്റില്ലല്ലോ, അമ്മാതിരി മോട്ടിവേഷൻ അല്ലേ തരുന്നത്. പുറത്ത് കിടക്കുന്നതിലും നല്ലത് ഇപ്പോ അകത്ത് കിടക്കുന്നതാണ് സേഫ് എന്ന് പറയാം. പാവം പ്രവാസി മണലാരണ്യത്തിൽ വെയിലത്ത് വിയർക്കുന്നു, ശമ്പളം നാട്ടിലേക്ക് അയക്കുന്നു, അവസാനം കയ്യിൽ 10 പൈസയില്ല. തടവുകാരനോ തണലിലിരുന്ന് ചപ്പാത്തി വരുത്തുന്നു, വൈകുന്നേരം സെല്ലിൽ കിടന്ന് കൂർക്കം വലിക്കുന്നു. 14 വർഷം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ 30 ലക്ഷം രൂപയുടെ ബാങ്ക് ബാലൻസ്. ആഹാ, ലക്ഷറി ലൈഫ്. പുറത്ത് ബിരുദവും ബിരുദാനന്തര ബിരുദവും കഴിഞ്ഞ് തൊഴിലില്ലാ പാടയായി നടക്കുന്നവർക്ക് സർക്കാർ നൽകുന്ന സന്ദേശം വ്യക്തമാണ്. മക്കളെ, പഠിച്ചിട്ട് കാര്യമില്ല, പണി ഇരുന്ന് വാങ്ങണം. ദിവസവും 620 രൂപ. ഒരു പാവം കൂലിപ്പണിക്കാരൻ വെയിലത്ത് പണിതാൽ പോലും ചായക്കാശ് കഴിഞ്ഞ് ഇത്രയും കയ്യിൽ കിട്ടില്ല. ഇതിനെയാണ് യഥാർത്ഥ സോഷ്യലിസം എന്ന് പറയുന്നത്. ശമ്പളം കൂടുമ്പോൾ കസ്റ്റമേഴ്സ് കൂടുമോ എന്ന പേടിയിലാണ് പോലീസ്. കഴിഞ്ഞ 10 വർഷത്തെ കണക്ക് നോക്കിയാൽ കുറ്റകൃത്യങ്ങളുടെ ഗ്രാഫ് ഇങ്ങനെയാണ്. 2014 ഏകദേശം 1.6 ലക്ഷം കേസുകൾ ഉണ്ടായിരുന്നിടത്ത് 2023-24 കാലഘട്ടത്തിൽ അതായത് 2 ലക്ഷത്തിന് മുകളിലേക്ക് ഉയർന്നു. ലഹരി മരുന്ന് കേസുകൾ ഏറ്റവും വലിയ വർധനവ് ഇവിടെയാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ലഹരി മരുന്ന് കേസുകളിൽ ഏതാണ്ട് 50 മടങ്ങ് വരെ വർധനവ് ഉണ്ടായിട്ടുണ്ട്. 2014 വിരലിലെണ്ണാവുന്ന സൈബർ ക്രൈമാണ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് പ്രതിവർഷം 1000-ലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. കേരളത്തിലെ ജയിലുകളുടെ ശേഷിയേക്കാൾ കൂടുതൽ തടവുകാർ ഇപ്പോൾ തന്നെ അകത്തുണ്ട്. അതായത് ഡിമാൻഡുള്ള സ്ഥലത്താണ് സർക്കാർ ശമ്പളം കൂട്ടിയിരിക്കുന്നത്. പോലീസ് ലാത്തി വീശുമ്പോഴും പ്രതികൾ ചിരിക്കുന്നത് എന്താണെന്ന് ഇപ്പോഴാണ് നാട്ടുകാർക്ക് മനസ്സിലായത്. അവർ കാണുന്നത് അടികൊള്ളുന്നതല്ല, റിട്ടയർമെന്റ് ഫണ്ട് സെറ്റിൽ ആവുന്നതാണ്. പണ്ട് പ്രവാസം ഗൾഫിലായിരുന്നെങ്കിൽ ഇനി അത് വിയ്യൂരിലും പൂജപ്പുരയിലുമാണ്. 30 ലക്ഷം രൂപ സേവിങ്സ്, മട്ടൻ കറി, ഫ്രീ താമസം. ഇതാണല്ലോ ദൈവത്തിന്റെ സ്വന്തം നാട്. ജയിൽ ഡയറക്ടറുടെ ശുപാർശ അംഗീകരിച്ച സർക്കാരിന് നന്ദി. ഇനി PSC കോച്ചിങ്ങിന് പകരം മോഷണത്തിന് കോച്ചിങ് തുടങ്ങാം. കളി തമാശയല്ല. ട്രോളുകൾ മാറ്റിവെച്ചാൽ നമ്മുടെ നാട്ടിലെ നിലവിലെ സാഹചര്യം അല്പം ഭയപ്പെടുത്തുന്നതാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി കേരളത്തിൽ കുറ്റകൃത്യങ്ങളുടെ അയ്യൊരു കളിയാണെന്ന് പറയാം. ലഹരി മരുന്ന് കേസുകളും മോഷണങ്ങളും ഗണ്യമായി വർദ്ധിച്ചു വരുന്നു. ജയിലിലെ സൗകര്യങ്ങൾ, തടവുള്ളികൾക്ക് നൽകുന്ന അമിത സ്വാതന്ത്ര്യവും ആഡംബര സൗകര്യങ്ങളും പലപ്പോഴും കുറ്റവാളികൾക്ക് നിയമത്തോടുള്ള ഭയം ഇല്ലാതാക്കാൻ കാരണമാകുന്നുണ്ട്. ശിക്ഷ അനുഭവിക്കുന്നവർക്ക് ലഭിക്കുന്ന ഇളവുകളും പരോളുകളും സാധാരണക്കാരന്റെ സുരക്ഷിതാ ബോധത്തെ ചോദ്യം ചെയ്യുന്നതാണ്. ഈ പറഞ്ഞതൊക്കെ കേട്ട് ആരും ചാടിക്കേറി വിയ്യൂരിലേക്കോ പൂജപ്പുരയിലേക്കോ വണ്ടി കയറരുത്. ജയിലാണെന്ന് ഓർക്കുക. നിയമം കയ്യിലെടുക്കുന്നവർക്ക് ലഭിക്കുന്നത് സുഖവാസമല്ല,
മറിച്ച് ജീവിതകാലം മുഴുവൻ വേട്ടയാടുന്ന കളങ്കമാണ്. പണിയെടുത്ത് ജീവിക്കുന്നതിന്റെ സുഖം അതൊന്നു വേറെ തന്നെയാണ്.